ഹായ് ഗൈസ്, അവസാനം ഞാൻ വന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ എന്നെ എത്രത്തോളം പ്രാഗിയിട്ടുണ്ടാവുമെന്ന്. കാരണം അങ്ങനെ ഒരു ക്ലിഫ് ആംഗിൾ കൊണ്ടിട്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ നിർത്തിയത്. ചിലരൊക്കെ മാങ്കെടുത്ത് വായിച്ചിട്ടുണ്ടാവും, ചിലരൊക്കെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലരൊക്കെ മറന്നും പോയിണ്ടാവും. സോ ലാസ്റ്റ് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലോസ്റ്റ് ചിൽഡ്രൻ ആർക്കിന്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുന്നേ നടന്ന കഥകളെല്ലാം ഒരു സിംഗിൾ വാച്ച് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണാം. ആൻഡ് ലോസ്റ്റ് ചിൽഡ്രൻ ആർക്കിന്റെ പാർട്ട് 2 ആണിത്. സോ സമയം കളയാണ്ട് നമുക്ക് തുടങ്ങാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. ആൻഡ് ലാസ്റ്റിൽ നമ്മൾ കണ്ടത് എൽഫ്ക്യൂനായിട്ടുള്ള റൊസീനും ജില്ലും എസ്റ്റുവാലിലും നിൽക്കുന്നതായിരിക്കും. ആൻഡ് അവിടെ ഗഡ്സും ഉണ്ടായിരിക്കും. ആൻഡ് എൽഫ്ക്യൂനായിട്ടുള്ള റൊസീന് നേരെ പോകുന്നത് ജില്ലിന്റെ അടുത്തോട്ടായിരിക്കും. ജില്ലിന്റെ അടുത്തോട്ട് പോയിട്ട് തലക്കെട്ടൊന്ന് കൊടുത്തിട്ട് ചോദിക്കും, നിനക്ക് എന്നെ ഓർമ്മയില്ലേ, നിനക്ക് നമ്മൾ പണ്ട് കളിച്ച കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന് ചോദിക്കും. ആൻഡ് ഇപ്പൊ ഇവിടെ റൊസീനെ കാണാൻ ഒരു മനുഷ്യരൂപത്തിലായിരിക്കും. ആൻഡ് അപ്പൊ ജില്ലിനും കൺഫേം ആവും, ഓക്കെ ഇത് നമ്മുടെ റൊസീന് തന്നെയാണെന്നുള്ള കാര്യം ജില്ലിനും കൺഫേം ആവും. ആൻഡ് റൊസീൻ പറഞ്ഞു തുടങ്ങും അവൾ എൽഫ്ക്യൂൻ ആയതും അവൾ ആ കാട്ട് മിസ്റ്റ് വാലിയിലാണ് ഇപ്പൊ ജീവിക്കുന്നതും അവൾ ഭയങ്കര സന്തോഷത്തിലാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇവളെയും ജില്ലിനെയും വിളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് പോവാം അങ്ങോട്ട്, നമുക്ക് പണ്ടത്തെ പോലെ ഒരുമിച്ച് കളിച്ച് നടക്കാന്നെല്ലാം പറയും. ആൻഡ് ഇവളിങ്ങനെ വിളിക്കും. ആൻഡ് ജില്ലു സമ്മതിക്കുന്നുള്ള ലെവലിൽ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് ഗഡ്സ് വരുന്നത്. ആൻഡ് ഗഡ്സ് വന്ന പാട് തന്നെ അവന്റെ വാളെടുത്തിട്ട് ഒരു ചിറകിന്, അതായത് റൊസീന്റെ ഒരു ചിറകിന് നന്നായിട്ട് ഡാമേജ് കൊടുക്കും. ആൻഡ് ആ വേദനയിൽ റൊസീന് വീണ്ടും അവളുടെ ശരിക്കുള്ള രൂപം എടുത്തിട്ട് ജില്ലിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പറന്നു പോകും. ആൻഡ് ഗഡ്സ് ഇവളെ കണ്ടുപിടിച്ച് ഇവളെ കൊല്ലണം എന്നുള്ള ലെവലിൽ മിസ്റ്റ് വാലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. റൊസീൻ നേരെ ജില്ലിനെ എടുത്തോട്ട് മിസ്റ്റ് വാലിയിലോട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും. കാരണം ഈ മിസ്റ്റ് വാലിയിലാണ് ഇവരുടെ വീടുള്ളത്, റൊസീന്റെ ബാക്കി എൽസിന്റെ എല്ലാം വീടുള്ളത്. സോ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൊസീന് ജില്ലിനടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, നീയും എന്റെ പോലെ മാറിയിട്ടുണ്ടെങ്കിൽ നിനക്കും ഇതുപോലുള്ള ചിറകുകൾ കിട്ടും, നീ ആകാശത്ത് ഭൂമിയെ കാണുന്നത് ഭയങ്കര മനോഹരമായിട്ടായിരിക്കും. റൊസീൻ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴായിരിക്കും അപ്പുറത്തെ സൈഡ് ഗഡ്സും നേരെ ആ മിസ്റ്റ് വാലി നോക്കി വരുന്നത്. ആൻഡ് ഗഡ്സും ആ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്റ്റ് കൊണ്ട് കവറപ്പെട്ട ഒരു സ്ഥലമായിരിക്കും, അതുകൊണ്ടാണ് മിസ്റ്റ് വാലി. ആൻഡ് അങ്ങോട്ട് എത്തിയപ്പോഴായിരിക്കും ഒരു തരത്തിലുള്ള വൃത്തികെട്ട ക്രീച്ചേഴ്സ് ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ആൻഡ് ഇതൊരു ഒരു ബൗള് പോലെ ഒരുമാതിരി നമ്മൾ യന്ത്രനിലൊക്കെ കാണില്ല, അതുപോലെ ബൗള് പോലെ കവർ ചെയ്തുപോലെ ക്രീച്ചേഴ്സ് ആയിരിക്കും. ആൻഡ് ഇത് ആരൊക്കെയാണെന്ന് നോക്കുമ്പോഴായിരിക്കും ഈ മിസ്റ്റ് വാലിയിലോട്ട് വന്നുള്ള എല്ലാ മനുഷ്യന്മാരായിരിക്കും ഇത്. അവരെല്ലാവരെയും ഒരു ക്രീച്ചേഴ്സ് ആയിട്ട് മാറ്റിയിട്ട് റൊസീനെ അവളുടെ ആളുകളായിട്ട് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ഇവരെല്ലാവരെയും ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ഗഡ്സും അവരെല്ലായിട്ടും ഫൈറ്റ് ഇടും. ആൻഡ് ഗഡ്സ് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്തായിരിക്കും ഇവിടെ വില്ലേജിൽ ആ മരിച്ച കുട്ടികളെ എല്ലാവരും, അതായത് ആ പുൽക്കൂടിനുള്ളിൽ മരിച്ച കുട്ടികളെ എല്ലാവരെയും കത്തിക്കുന്നത്. ആൻഡ് അങ്ങോട്ട് ഹോളി ചെയിൻ നൈറ്റ്സ് എന്നുള്ള ആ ഒരു ഗ്യാങ് ഇല്ല, അവർ വരും. ആൻഡ് വന്ന പാടെ തന്നെ ഹോളി ചെയിൻ നൈറ്റ്സിലുള്ളവർ ചോദിക്കും, ഒരു ബ്ലാക്ക് സ്പോർട്സ്മാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? അപ്പോൾ അവിടെയുള്ള പ്രീസ്റ്റ് പറയും, അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പറയും. ആൻഡ് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളെല്ലാം അവിടെയുള്ള പ്രീസ്റ്റ് ഫേണേഴ്സിനോട് പറഞ്ഞു കൊടുക്കും, ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം, അതായത് ബ്ലാക്ക് സ്പോർട്സ്മാൻ വന്നതും ഇത് ഇത്രയും നടന്നതും, അതായത് ആ എൽഫ്ക്യൂന് വന്നതും ഇവിടെ ഫൈറ്റ് ഉണ്ടായതും ആ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ആൻഡ് ഇത്രയും കുട്ടികൾ മരിക്കാനുള്ള ഒരു കാരണം കൂടി ബ്ലാക്ക് സ്പോർട്സ്മാൻ ആണെന്നുള്ള കാര്യം പ്രീസ്റ്റ് പറയും. ആൻഡ് ഇതിന് ശേഷം ഇപ്പോൾ ഈ ബ്ലാക്ക് സ്പോർട്സ്മാൻ എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവർ പറയും, കുറച്ച് പേര് പറയും ആ ബ്ലാക്ക് സ്പോർട്സ്മാൻ ഇപ്പോൾ മിസ്റ്റ് വാലിയിലോട്ടാണ് പോയിരിക്കുന്നത്, സോ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കാമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോളി ചെയിൻ നൈറ്റ്സ് അങ്ങോട്ട്, അതായത് മിസ്റ്റ് വാലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കും. അപ്പോൾ അവിടെ ജില്ലിൻ്റെ അമ്മ ഉണ്ടാവും. ജില്ലിൻ്റെ അമ്മ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നിങ്ങളുടെ കൂടെ വരാം, കാരണം എൻ്റെ മോളിപ്പോൾ അവൻ്റെ കൂടെയാണുള്ളത്, സോ അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ജില്ലിൻ്റെ അമ്മയും അവരോടൊപ്പം തന്നെ പോകും. ആൻഡ് ഇവിടെ കട്ടിട്ട് നമുക്ക് ജില്ലിനെയും റൊസീനെയും കാണിക്കും. അവർ രണ്ടുപേരും മിസ്റ്റ് വാലിയുടെ സെൻറ്ററിലായിരിക്കും. അവിടെ അത്ര മിസ്റ്റ് ഉണ്ടാവത്തില്ല, പക്ഷെ അവിടെ കാണാൻ ഒരു കൊട്ടാരം പോലെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ആൻഡ് അവിടെ എൽഫ്സ് ഒരുപാട് പേരുണ്ടാവും. എൽഫ്സ് എല്ലാം റൊസീനെയും ജില്ലിനെയും നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ കാര്യം കണ്ടിട്ട് റൊസീൻ ജില്ലിനടുത്ത് പറയും, നീയും ഒരു എൽഫ്ക്യൂനായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിനക്ക് ഇതുപോലെല്ലാം ജീവിക്കാം, നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ട് അവളെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൊസീനും ജില്ല അവളുടെ കൂടെ വേണം, കാരണം രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ സമയം അവിടെ ഗഡ്സ് ആ ക്രീച്ചേഴ്സായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്രീച്ചേഴ്സിനെയും തോൽപ്പിച്ചതിന് ശേഷം ഗഡ്സ് ഭയങ്കരമായി ഡാമേജ് ആയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈ കാര്യം റൊസീന് മനസ്സിലാവും. ആൻഡ് റൊസീന് മനസ്സിലാവും അവൻ എല്ലാവരും തോൽപ്പിച്ചിട്ടുണ്ട്, അടുത്തത് അവൻ നമ്മുടെ അടുത്താണ് വരാൻ പോകുന്നുള്ള കാര്യം റൊസീന് മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ റൊസീൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, റൊസീൻ ജില്ലിനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് റൊസീൻ ഒറ്റയ്ക്ക് ഗഡ്സിന്റെ അടുത്തോട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. റൊസീനും ജില്ലിന്റെ അടുത്ത് പറയും, നീ ഇവിടെ ഇരിക്കാൻ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. ആൻഡ് ജില്ലിനെ തേടിയിട്ട് പക്ക് വന്നിട്ടുണ്ടാവും. പക്കും ഈ ബാക്കിയുള്ള എൽഫിനെ പോലെയാണ് കാണാനുള്ളത് കൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള എൽഫൊന്നും പക്കിനൊന്നും ചെയ്യത്തില്ല. സോ അതുകൊണ്ട് തന്നെ പക്ക് നേരെ ജില്ലിന്റെ അടുത്തോട്ട് പോകും. ജില്ലിന്റെ അടുത്തോട്ട് പോയിട്ട് പറയും, നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം, അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണെന്നെല്ലാം പറഞ്ഞിട്ട് ജില്ലിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇതിന് മറുപടിയായിട്ട് ജില്ല് പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമല്ല, ഇവിടെ ഉള്ളവരെല്ലാവരും ഭയങ്കര സ്നേഹത്തിലാണ് കഴിയുന്നത്. ആൻഡ് ഇവിടെയുള്ള എൽഫ്സ് എല്ലാം നമ്മളൊരു ക്യൂനെ പോലെയാണ് കാണുന്നത്, സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കേട്ടിട്ട് അവരൊന്നും എൽഫ്സ് പോലും അല്ല, അവരെല്ലാം വേറെ എന്തോ ഒരു ക്രീച്ചേഴ്സ് ആണ്. ആൻഡ് നിന്റെ റൊസീന് ഇപ്പൊ പഴയ റൊസീൻ അല്ല, അവള് വേറെ എന്തോ ഒരു ക്രീച്ചറായി മാറിയിട്ടുണ്ട്, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഒട്ടും സേഫ് അല്ല. സോ പെട്ടെന്ന് തന്നെ നമ്മൾ നിന്റെ പഴയ വില്ലേജിലോട്ട് തിരിച്ചു പോകണമെന്ന് പറയും. നിന്റെ അച്ഛനും അമ്മയൊക്കെ നിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്
ആലോചിക്കണമെന്ന് പറയും. പക്ഷേ ഇത് കേട്ടിട്ട് ജില്ല് പറയും എൻ്റെ അമ്മ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, പക്ഷേ എൻ്റെ അച്ഛൻ ഒരിക്കലും എന്നെ പറ്റി ആലോചിക്കുന്നുണ്ടാവത്തില്ല എന്ന് പറയും. അയാൾക്ക് ഞാൻ പോയത് അത്രയും സമാധാനമായിരിക്കും എന്ന് പറയും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടെന്നുള്ള കാര്യം ഇവിടെ ജില്ല് പറയും. ആൻഡ് ഇത് കേട്ട് പക്കാകെ ഷോക്കായി നിന്ന് പോകും. പക്ഷെ പക്ക് പറയും, നീ നിന്റെ വില്ലേജിലുണ്ടായിരുന്ന ചെറിയ കുട്ടികളൊന്നും ആലോചിച്ച് നോക്കി, എത്ര ചെറിയ കുട്ടികളാണ് ഇവള് കഴിച്ചെന്ന് പറയും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ല, നമ്മളെല്ലാവരും വിശന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കില്ല. അതിപ്പോൾ മനുഷ്യരാണെന്നുണ്ടെങ്കിലും മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ ആയിരിക്കും. ഇവരും അതുപോലെ അവർക്ക് വിശന്നപ്പെടുത്ത് കഴിച്ചതാണെന്ന് പറഞ്ഞിട്ട് ജില്ല് ഇവിടെ എൽഫ്സിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ജില്ലിന് ഇവിടെ ഭയങ്കരമായിട്ട് വിഷമമുണ്ടാവും. കാരണം അവളുടെ അച്ഛൻ അങ്ങനെയായിരിക്കും അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻ ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ വേണ്ടി വരെ ശ്രമിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു നാട്ടിലോട്ട് തിരിച്ചു പോകാതിരിക്കണതിന് ബെറ്റർ ഇവിടെ ഇരിക്കുന്നതാണെന്ന് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കും. ആൻഡ് പക്കു ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ മുഴിച്ച് നിൽക്കുമ്പോഴായിരിക്കും അവിടെ വേറൊരു കഥ ഉണ്ടാവുന്നത്. ഇവിടെ ഈ എൽഫ്സിന്റെ കൂട്ടമില്ല, ആ എൽഫ്സിന്റെ കൂട്ടം പെട്ടെന്ന് തന്നെ ഈ ബാൻഡ് അടി തുടങ്ങും. അതായത് അവരിങ്ങനെ ഒരു കളി തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് അതിങ്ങനെ ബാൻഡെല്ലാം വിളിച്ചിട്ട് ഒരു കളി തുടങ്ങും. ആൻഡ് കളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ആൻഡ് വാറാണ്. ഈ കളിയിൽ എന്താണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ എൽഫ്സ് 2 ടീമായിട്ട് തരം തിരിയും. ജയിക്കുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. ആൻഡ് ഇവർ കളിക്കുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തല്ലുകൂടുന്നതാണ്. തല്ലുകൂടുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ട്രൂ ഫോമിൽ അവർ ഒരു വൾഗറായിട്ട് ഓരോരുത്തരെ കൊല്ലുന്നതാണ്. ആൻഡ് ജയിക്കുന്ന ടീം മറ്റേ ടീമിനെ തിന്നാം, അതാണ് സമ്മാനം. ആൻഡ് ഈ കളി കണ്ടപ്പോൾ ജില്ലിന്റെ കിളി പോവും. ജില്ലിന് കാര്യം മനസ്സിലാവും, ഒരു നോർമൽ ആയിട്ടുള്ള എൽഫ് അല്ല, ഞാൻ വിചാരിച്ച എൽഫ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ജില്ല് അവിടെ നിന്ന് ഓടാൻ തുടങ്ങും. ആൻഡ് ജില്ലും പക്കും ചേർന്നിട്ട് അവിടുന്ന് മിസ്റ്റ് വാലിൽ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആൻഡ് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിൽ ഹോളി ചെയിൻ നൈറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത് മിസ്റ്റ് വാലിലോട്ട്. ആൻഡ് ഹോളി ചെയിൻ നൈറ്റ്സ് എൻട്രൻസിൽ കയറി നോക്കുമ്പോൾ ഗഡ്സ് ആ കൊന്ന ക്രീച്ചേഴ്സ് ആയിരിക്കും. ക്രീച്ചേഴ്സ് മനുഷ്യന്റെ ഫോമിലോട്ട് മാറിയിട്ട് അവിടെ മരിച്ച് കെടുക്കുമായിരിക്കും. ആൻഡ് ഇവരിത് കണ്ടപ്പോൾ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിചാരിച്ച പോലെ തന്നെയാണ് ഇപ്പോഴുള്ള ഈ ബ്ലാക്ക് സ്പോർട്സ്മാൻ ഭയങ്കര നീചനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, അവൻ ഇത്രയും പേരെ കൊന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രൊഫസി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ഹോളി ചെയിൻ നൈറ്റ്സിലെ ഫേണസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർ വിചാരിക്കുന്നത് ബ്ലാക്ക് ഹോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗഡ്സ് ആണെന്നാണ്, ബ്ലാക്ക് സ്പോർട്സ്മാൻ ബ്ലാക്ക് ഹോക്ക് ആണെന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ കാട്ടി നമുക്ക് ജില്ലിനെ കാണിക്കും. ജില്ലാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഓടിയൊരു സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. ഈ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് എഗ്ഗ് ഷെല്ല് ചെയ്യുന്നുണ്ടാവും. ഈ റൊസീൻ പിടിച്ചുകൊണ്ട് വന്ന മനുഷ്യ കുഞ്ഞുങ്ങളെല്ലാം ഈ എൽഫ്സ് ആക്കി മാറ്റുന്നത് ഈ ഷെൽസിലായിരിക്കും. ആൻഡ് ഈ കക്കൂൺസ് കണ്ടപ്പോൾ ജില്ലിന് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. റൊസീന് പഴ പോലെ അല്ല, അവൾ ഫുള്ളായിട്ടൊരു ക്രീച്ചറായിട്ട് മാറ്റുന്ന കാര്യം ജില്ലിന് മനസ്സിലാവും. ഇനി ഇവിടെ കാട്ടി നമുക്ക് റൊസീനെ കാണിക്കും. റൊസീനും ഗഡ്സും ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയായിരിക്കും. റൊസീൻ അവിടെ ചെറിയ ചെറിയ ക്രീച്ചേഴ്സ് വെച്ചിട്ട് ഗഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തുടങ്ങും. പക്ഷേ ഗഡ്സ് ഒരു മയവും ഇല്ലാണ്ട് അവന്റെ വാളെടുത്തിട്ട് ആ ചെറിയ ചെറിയ ക്രീച്ചേഴ്സിനെ എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഗഡ്സിന് അത് ചെറിയ കുട്ടികളാണെന്ന് അറിയെങ്കിൽ പോലും ഗഡ്സ് ഒരു മയവും ഇല്ലാണ്ട് എല്ലാത്തിനെയും കൊന്നുകൊണ്ട് തുടങ്ങും. ആൻഡ് ഇവിടെ മരിക്കുന്ന ഓരോ ക്രീച്ചേഴ്സിന്റെ സ്പിരിറ്റ് ഗഡ്സിന് ചുറ്റും ഇങ്ങനെ കത്താൻ തുടങ്ങും. പക്ഷെ തീനൊന്നും വകവെക്കാണ്ട് ഗഡ്സ് അവിടെ എല്ലാ ക്രീച്ചേഴ്സിനെയും വെട്ടി നികത്താൻ തുടങ്ങും. ആൻഡ് ആ മൊത്തം തീയിലാടുണ്ടായിരുന്ന ഓരോ കക്കൂൺസും ഓരോ ഷെൽസ് പോലും കത്താൻ തുടങ്ങും. അവിടെ ചുറ്റും തീ കൊണ്ട് ആളി പടരാൻ തുടങ്ങും. ആൻഡ് ഇങ്ങനെ തീന്റെ അകത്തുപെട്ട ഗഡ്സിനെ പറ്റിയിട്ട് റൊസീൻ വിചാരിക്കും ഇനി അവൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിക്കും. പക്ഷെ ആ തീന്റെ ഉള്ളിൽ നിന്ന് ആ പുകയിൽ നിന്ന് ഗഡ്സ് പുറത്തോട്ട് വരും. ആൻഡ് ഇങ്ങനെ ഒരു മോൺസ്റ്ററെ പോലെ വരുന്ന ഗഡ്സിനെ കണ്ടിട്ട് റൊസീൻ പറയും ഇവനൊരു മനുഷ്യനാവാൻ ഒരു വഴിയുമില്ല, ഇവൻ വേറെ എന്തോ ആണെന്നുള്ളത് പറയും. ആൻഡ് ആ മൊത്തം കാടും തീ പിടിച്ചത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കക്കൂൺസും എല്ലാ ഷെൽസും പടരാൻ തുടങ്ങും. ആൻഡ് ഈ റൊസീൻ പിടിച്ചു വെച്ച എല്ലാ കുഞ്ഞുങ്ങളും ആ കക്കൂന്റെ ഉള്ളിൽ നിന്ന് തന്നെ മരിക്കാൻ തുടങ്ങും. ആൻഡ് ഇത് കണ്ട് റൊസീന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അവളുടെ കുഞ്ഞുങ്ങളെല്ലാം കൊന്നു പറഞ്ഞിട്ട് അവളുടെ ട്രൂ ഫോം എടുക്കും. ഒരു വലിയ കടന്നല് പോലെ ഉണ്ടായിരിക്കും അതിനെ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇങ്ങനെയുള്ള ഒരു രൂപത്തിൽ റൊസീനെ കണ്ടിട്ട് ജില്ലിനും കാര്യം മനസ്സിലാവും, ഇവളിപ്പോൾ ഒരു നോർമലായിട്ടുള്ള മനുഷ്യനൊന്നും അല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. അതിന്റെ ട്രൂ ഫോം എടുത്ത റൊസീന് ഭയങ്കരമായിട്ട് സ്പീഡായിരിക്കും. കാരണം അവൾക്ക് ചിറകുകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ കടന്നലിന്റെ പോലെ തന്നെ ബാക്കിലൊരു കൊമ്പും ഉണ്ടായിരിക്കും അവൾക്ക് കുത്താൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് അവള് ഗഡ്സിനെ ഭയങ്കരമായിട്ട് ഡാമേജ് കൊടുക്കും. ആൻഡ് ആ കൊമ്പ് വെച്ചിട്ട് ഗഡ്സിന്റെ കയ്യിൽ കുത്തിയിട്ട് അവള് നേരെ ആകാശത്തോട്ട് പറക്കും. ആൻഡ് ആകാശത്തോട്ട് പറഞ്ഞതിന് ശേഷം അവള് പറയും ഞാൻ നിന്നെ കൊല്ലാൻ പോവാണെന്നുള്ളത് പറയും. ആൻഡ് ഈ അറ്റാക്കിൽ റൊസീന അവളുടെ കൊമ്പ് വെച്ചിട്ട് ഗഡ്സിന്റെ കൈന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ വലത്തെ കയ്യിലുള്ള ക്യാനണ് വെച്ചിട്ട് ഗഡ്സ് റൊസീനെ അറ്റാക്ക് ചെയ്യും. ആൻഡ് ഇത് എയറിൽ വെച്ച് നടന്ന അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് താഴത്തോട്ട് വീഴും. അതിന്റെ താഴത്തോട്ട് വീണതിന് ശേഷം രണ്ടുപേർക്കും നന്നായിട്ട് ഡാമേജ് ഉണ്ടാവും. ആ കാട് മൊത്തം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. റൊസീനും അതുപോലെ തന്നെ ഗഡ്സ് രണ്ടുപേർക്കും ജീവൻ ഉണ്ടാവും. പക്ഷെ രണ്ടുപേർക്കും നന്നായിട്ട് ഡാമേജ് ഉണ്ടായിരിക്കും. അവസാനം ഗഡ്സ് എന്താ ഡിസൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഈ ഡാമേജ് ആയ നിമിഷത്തിൽ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗഡ്സ് അവന്റെ മൊത്തം സ്ട്രെങ്ത് എടുത്ത് പോകും. പക്ഷെ അപ്പൊ ജില്ല് ആ തീയിൽ അകപ്പെട്ടിട്ടുണ്ടാവും. ആൻഡ് അതിന്റെ ഉള്ളിൽ പെട്ടിട്ടാണ് ജില്ല് എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പുറത്തോട്ട് വന്നിട്ട് കാര്യമില്ല, ഇവിടെ തന്നെ ഞാൻ മരിക്കുന്നതാണ് നല്ലതെന്നെല്ലാം വെച്ചിട്ട് അവള് ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം അവള് വിചാരിച്ച പോലെ ആയിരിക്കത്തില്ല സത്യങ്ങൾ.
സോ അവളുടെ ജീവിതം അവൾ അവിടെ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പക്ക് പോയിട്ട് പറയും നീ എവിടെ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാന്നെല്ലാം പറയും. പക്ക് അവളെ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, മിസ്റ്റ് വാലിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇത്രയും ദൂരം വന്നില്ലേ, കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നിന്റെ വില്ലേജ് എത്തും, സോ നീ വാന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എത്ര വിളിച്ചിട്ടും ജില്ല് വരുന്നുണ്ടാവില്ല. അവസാനം പക്ക് ദേഷ്യപ്പെട്ട് ചോദിക്കും നീ പൊട്ടനാണോ, നീ ഇങ്ങനെ കടന്ന് ചാവാന്ന് ചോദിക്കും. ആൻഡ് ഇത് കേട്ടിട്ട് ജില്ല് പറയും അതെ ഞാൻ പൊട്ടനാണ്, കാരണം ഞാൻ വിശ്വസിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ എതിരായിട്ട് തിരിഞ്ഞു, സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവിതം അവസാനിപ്പിക്കാന്നെല്ലാം പറയും. ആൻഡ് ഇവൾ എന്തെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളുടെ അച്ഛനുണ്ട് അവിടെ. അച്ഛൻ ഇവളെ ഒട്ടും ഇഷ്ടമല്ല, അച്ഛൻ ഇവളെ അബ്യൂസ് ചെയ്യാറുണ്ട്, അടിക്കാറുണ്ട്. ആൻഡ് ഇവള് പിർക്കാഫിന്റെ കഥ എല്ലാം വിശ്വസിച്ചുകൊണ്ടായിരുന്നു ഇത്രയും നാൾ നടന്നിരുന്നത്. അതെല്ലാം ഇപ്പൊ അവളുടെ തലകീഴായിട്ട് തിരിഞ്ഞു. സോ അതുകൊണ്ടാണ് ഇപ്പൊ ഇവൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വലിയൊരു മരം അവിടെ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അവളുടെ സൈഡിൽ. ആ മരം അവളുടെ മേത്തോട്ട് വീഴാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പൊടിയായിട്ട് വീഴുന്നുണ്ടാവും. അങ്ങനെ പെട്ടെന്ന് ആ മരം വീഴുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവളെ പെട്ടെന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് റൊസീന അങ്ങോട്ട് വരും. റൊസീന അങ്ങോട്ട് വന്നിട്ട് പറയും നിന്നെ ഞാൻ ഒരിക്കലും ഒരു അപകടത്തിലോട്ട് തള്ളി വിടത്തില്ല, ആൻഡ് നിന്നെ രക്ഷിക്കാൻ എപ്പോഴും ഞാൻ ഉണ്ടാവും എന്ന് പറയും. ആൻഡ് ഇപ്പൊ നമുക്കുള്ള ഏറ്റവും വലിയ അപകടം ഇവനാണ്, ഇവനെ കൊന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് റൊസീന ആ മരം മാറ്റുമായിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ ഗഡ്സ് അങ്ങോട്ട് വന്നിട്ട് അവന്റെ വാളെടുത്തിട്ട് റൊസീനെ നന്നായിട്ടൊരു വെട്ടും. ഇതിൽ റൊസീൻ ഒരുവിധം എല്ലാം കൊണ്ടും ഡാമേജ് ആവും. ആൻഡ് ആ വെട്ടിൽ അവളുടെ വയറ് മുറിഞ്ഞിട്ട് ആ വയറെന്നുള്ള ഒരു കൊച്ച്, അതായത് അവള് കഴിച്ച ഒരു കൊച്ച് നേരെ ജില്ലിന്റെ കയ്യിലോട്ട് പോയി വീഴും. ആൻഡ് ഈ കൊച്ചിനെ കണ്ടിട്ട് ജില്ലിനെ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ജില്ല ആകെ ഷോക്കായി നിന്ന് പോയിരിക്കും. പക്ഷെ ആ ബ്ലഡ് ടേസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു മോൺസ്റ്ററിനെ പോലെ അവൾ ചിരിക്കാൻ തുടങ്ങും. ആൻഡ് ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ റൊസീനും ഗഡ്സും തമ്മിൽ വീണ്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഗഡ്സ് പറയുന്നുണ്ടാവും നീ ഒരു ദിവസം ഒരു മനുഷ്യനെ മാത്രമേ കഴിക്കുന്നുള്ള കാര്യം എനിക്ക് അറിയാമെന്നെല്ലാം പറയും. ആൻഡ് ഇവിടെ എൽഫായിട്ടുള്ള റൊസീന് അവളുടെ സ്ട്രിങ് ആ കൊമ്പ് യൂസ് ചെയ്തിട്ട് ഗഡ്സിന്റെ വായെ കൂടെ അങ്ങോട്ട് കുത്തും. ആൻഡ് ഒരു കവിളിൽ നിന്ന് മറ്റേ കവിളിലൂടെ ആ കൊമ്പ് തുളഞ്ഞിറങ്ങും. ആൻഡ് ഇവിടുന്ന് ഗഡ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് അവന്റെ വാൾ എടുത്തിട്ട് റൊസീനെ നടുവെട്ടും. ആൻഡ് റൊസീൻ 2 കഷ്ണമാവും. ഇവള് റിക്കവർ ആവാൻ പറ്റാത്ത രീതിക്ക് കഷ്ണമാവും. ആൻഡ് റൊസീന് മനസ്സിലാവും അവളിപ്പോ മരിക്കാൻ പോവാണെന്നുള്ള കാര്യം. ആൻഡ് ഈ ടൈമിൽ അവൾക്ക് അവളുടെ പാസ്റ്റ് ഓർമ്മ വരും. അവൾ ഈ മിസ്റ്റ് വാലിയിലോട്ട് വന്നിട്ട് എൽഫ്സിനെ കാണാണ്ട് ഒരുപാട് ദിവസം അവൾ അങ്ങനെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മ അവളെ തേടി വന്നില്ലേ. സോ അച്ഛനും അമ്മ അവളെ തേടി വന്നതിന് ശേഷം അവർ രണ്ടുപേരും അവളെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടാവും. കാരണം ഇവൾ ഇത്രയും ദിവസം ഈ പിർക്കാഫിന്റെ കഥയെല്ലാം വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ അവളെ നന്നായിട്ട് അടിക്കും, ഉപദ്രവിക്കും അവിടെ വെച്ചിട്ട് തന്നെ. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബെയിലത്ത് നിലത്ത് കിടക്കുന്നുണ്ടാവും. ആൻഡ് ഈ അടിച്ച അടിയിൽ റൊസീന്റെ ഒരു ബ്ലഡ് പോയിട്ട് ബെയിലത്തിൽ വീഴും. ആൻഡ് ഇവൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടാവും എനിക്കിതെല്ലാം നശിപ്പിക്കണമെന്ന്. അവളുടെ കൽപ്പന പോലെ തന്നെ ആ ബെയിലത്ത് അത് അനുസരിക്കും. ആൻഡ് അവളൊരു എൽഫ് ക്യൂനാക്കി മാറ്റുകയും ചെയ്യും. ആൻഡ് അവളൊരു എൽഫ് ക്യൂനാക്കി മാറ്റിയതിന് ശേഷം അവൾക്ക് വേണ്ടിയിട്ട് ഒരു ആർമിയെ തന്നെ, ചെറിയ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് എൽഫ് ആർമിയെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരൊന്നും ശരിക്കുള്ള എൽഫ്സ് ആയിരിക്കത്തില്ല. ആൻഡ് ഇങ്ങനെ വീണ് കിടക്കുന്ന റൊസീന്റെ അടുത്തോട്ട് ജില്ലും പക്കും പോകും. അപ്പൊ റൊസീൻ ഇങ്ങനെ പറയും ഇത്രയും നാളെ ഞാൻ വിശ്വസിച്ചിരുന്ന എല്ലാം തെറ്റാണ്, ഞാൻ തന്നെയാണ് പിർക്കാഫ്, വേറെ പിർക്കാഫ് ഒന്നുമില്ല, എൽഫ്സ് ഒന്നും സത്യമല്ല എന്ന് പറയും. ആൻഡ് ഇത് കേട്ടിട്ട് ജില്ല് പറയും അല്ല, നീ വിശ്വസിക്കുന്ന പോലെ എല്ലാ എൽഫ്സ് എല്ലാം സത്യമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പക്കിനെ കാണിച്ചു കൊടുക്കും. കാരണം പക്കൊരു ശരിക്കുള്ള എൽഫാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പക്കിനെ കാണിച്ചു കൊടുക്കും ജില്ല്. ആൻഡ് ഇവിടെ പക്ക് പറയും നിങ്ങൾ പഠിച്ച, അതായത് നിങ്ങൾ വായിച്ച കഥയെല്ലാം സത്യമാണ്, കാരണം ഇവിടെ ഇത്രയും നാൾ മുന്നേ കുറെ എൽഫ്സ് ഉണ്ടായിരുന്നു, എനിക്ക് അവരെ സെൻസ് ചെയ്യാം, പക്ഷെ എന്തോ കാരണം കൊണ്ട് അവരെല്ലാം ഇവിടുന്ന് പോയി, സോ ഇപ്പൊ അവിടെ ആരുമില്ല. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് റൊസീനൊന്ന് ചിരിക്കും. കാരണം അവൾ ഇത്രയും നാൾ വിചാരിച്ചിട്ടിരുന്നത് അവളാണ് എൽഫ് ക്യൂന്, അവൾക്ക് ലഭിച്ച പവറാണ് ഇതെല്ലാം എന്നാണ്. ബെഹിലത്തിന്റെ കാര്യമൊന്നും അവൾക്ക് അറിയത്തില്ല. സോ അവൾക്ക് കിട്ടിയൊരു പവറാണ് ഇതെല്ലാം. അതുകൊണ്ടാണ് അവൾ ആ ചെറിയ കുട്ടികളെല്ലാം എൽഫ്സാക്കി മാറ്റിയിരുന്നത്. സോ ഇതെല്ലാം ഈ ബിഹിലത്തിന്റെ പരിപാടിയാണെന്നൊന്നും ഇവൾക്ക് അറിയത്തില്ല. സോ ഒരു ശരിക്കുള്ള എൽഫിനെല്ലാം കണ്ടിട്ട് അവളിങ്ങനെ ചിരിച്ചുകൊണ്ടും ഇരിക്കും. ആൻഡ് ഇവൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്കിനെ. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗഡ്സ് അപ്പുറത്തുനിന്നോട്ട് ഇങ്ങോട്ട് നടന്നു വരുന്നത്. ആൻഡ് ഗഡ്സ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ചോരയിൽ കുളിച്ചിട്ട് അവന്റെ കവിളിന്നെല്ലാം ചോര വാർന്നൊലിച്ചിട്ടായിരിക്കും അവൻ നടന്നുകൊണ്ട് വരുന്നത്. ആൻഡ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊസീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവൻ റൊസീനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവന്റെ വാൾ എടുത്തുകൊണ്ട് വരും. ആൻഡ് ഇങ്ങനെ ഗഡ്സ് വരുന്ന കണ്ടത് പക്കും ജില്ലും അവർ രണ്ടുപേരും തടുക്കാൻ നോക്കും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അറിയാം റൊസീനൊരു ചീത്ത ആളല്ല എന്നുള്ള കാര്യം അറിയാം. സോ അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തടുക്കാൻ നോക്കും. ആൻഡ് ജില്ല് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ റൊസീന്റെ മുകളിലോട്ട് ചാടി വീഴും. ആൻഡ് നീ അവളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്നെയും കൂടി ചേർന്ന് കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗഡ്സ് പിന്തിരിയില്ല. ഗഡ്സ് രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടിയിട്ട് വാളിട്ട് വെട്ടാൻ വരും. ആൻഡ് അവന്റെ വാൾ ഉയർത്തിയിട്ട് അവൻ രണ്ടുപേരെ ഒരുമിച്ച് കൊല്ലാന്നുള്ള ലെവലിൽ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ആരോ വന്നിട്ട് ഗഡ്സിന്റെ മേൽ പതിക്കുന്നത്. ആൻഡ് ആരോ ഇട്ടെന്ന് നോക്കുമ്പോൾ അത് ജില്ലിന്റെ അപ്പയായിരിക്കും, ജില്ലിന്റെ ഫാദർ ആയിരിക്കും. ആൻഡ് ഇയാൾ അങ്ങനെ ഇപ്പൊ ഇവിടെ എത്തി നോക്കുമ്പോഴായിരിക്കും അപ്പൊ മൊത്തം ഹോളി നൈറ്റ്സ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് അവിടെ അവരെ വന്നിട്ട് പറയും ആ കുഞ്ഞിനെ രക്ഷിക്കണം, ആ ബ്ലാക്ക് സ്പോർട്സ്മാൻ ഒരിക്കലും വിടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ആരോസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഗഡ്സിനും വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഗഡ്സ് അവിടെ നിന്ന് വേഗം ഓടാൻ തുടങ്ങും. ആൻഡ് ഗഡ്സ് ഓടാൻ തുടങ്ങുമ്പോൾ അവന്റെ പിന്നാലെ തന്നെ ജില്ലും പോകും. റൊസീനും കുറച്ചൊക്കെ ഒന്ന് ബെറ്റർ ആയതുകൊണ്ട് തന്നെ റൊസീനും എഴുന്നേറ്റ് പറക്കാൻ തുടങ്ങും. ആൻഡ് റൊസീന് പറക്കുമ്പോഴും ആ എൽഫ്സിന്റെ കഥയെല്ലാം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ ഒരുപാട് വീക്ക് ആയതുകൊണ്ട് തന്നെ അവൾ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് ആകാശത്ത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ ആകെ വീക്കായിട്ട് താഴെ വീഴും. ആൻഡ് റൊസീൻ അവിടെ മരിച്ചു പോകും.
ആൻഡ് ജില്ലും പക്കും നേരെ ഗഡ്സിന്റെ പിന്നാലെ പോവായിരിക്കും. പെട്ടെന്ന് തന്നെ ജില്ലിന്റെ അച്ഛൻ അങ്ങോട്ട് വന്നിട്ട് വാ നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് വീട്ടിലോട്ട് പോവാന്ന് പറയും. പക്ഷെ ജില്ല അത് കേൾക്കാണ്ട് അവനെ അറ്റാക്ക് ചെയ്തിട്ട് നേരെ ഗഡ്സിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങുന്നിട്ട് ഗഡ്സിനെ നേരെ പോയിട്ട് കെട്ടിപ്പിടിക്കും. ആൻഡ് അപ്പൊ ഗഡ്സ് പറയും നീ എന്റെ കൂടെ വരാൻ പാടില്ല, എന്റെ ഫൈറ്റ് എന്റേത് മാത്രമാണെന്നെല്ലാം പറയും. അല്ല പക്ഷെ ജില്ല് പറയും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ വരും എന്ന് പറയും. പക്ഷെ അത് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പിരിറ്റ്സ് അവിടെ ഗഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ആൻഡ് സ്പിരിറ്റ്സ് ഗഡ്സിനെ മാത്രമായിരിക്കത്തില്ല ജില്ലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ജില്ലിനെ അറ്റാക്ക് ചെയ്യുന്നിടത്തുനിന്ന് നേരെ ഗഡ്സ് ആ സ്പിരിറ്റ്സിനെ എല്ലാം വെട്ടിയിട്ട് അവളെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വേറെ സ്ഥലത്ത് പോയിട്ടിരിക്കും. ആൻഡ് അവിടെ പോയിട്ടിരുന്നിട്ട് പറയും ഇത് എന്റെ ലൈഫ് ഇങ്ങനെയാണ്, സോ എനിക്ക് നിന്റെ ഒപ്പം വരാൻ പറ്റത്തില്ല, നിനക്ക് എന്റെ ഒപ്പം വരാൻ പറ്റത്തില്ല, സോ നിന്റെ ലൈഫ് നീ ജീവിക്കണം, നിനക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം നിന്റേത് മാത്രമാണ്, സോ നിനക്കുള്ള ഒരു ബാറ്റിൽ ഫീൽഡ് നിനക്ക് അവിടെ ഉണ്ട്, ആ ബാറ്റിൽ ഫീൽഡിൽ നീ ഇറങ്ങി യുദ്ധം ചെയ്യണം, നിന്റെ ഓരോ യുദ്ധത്തിലും നീ തന്നെ ജയിക്കണം എന്നെല്ലാം പറയും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് പക്ക് ഇങ്ങനെ ഓരോ കോമഡിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇതെല്ലാം കേട്ടിട്ട് ജില്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ ജില്ല ആ വില്ലേജിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ആൻഡ് ഗഡ്സും അവന്റെ യാത്ര തുടരാൻ വേണ്ടിയിട്ടും തീരുമാനിക്കും. ഈ സെയിം ടൈമിലായിരിക്കും ഈ ഹോളി നൈറ്റ്സ് ഗഡ്സിനെ തെരഞ്ഞുകൊണ്ട് ആ കാട് മൊത്തം അന്വേഷിച്ച് നടക്കുന്നത്. ആൻഡ് ജില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജില്ല അവളുടെ നേരെ പാത അവളുടെ നേരെ വില്ലേജിലോട്ട് വെച്ച് തുടരും. ആൻഡ് അവളുടെ വില്ലേജിലോട്ട് തിരിച്ചു പോയി എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡിൽ അവൾ നേരെ വില്ലേജിലോട്ട് പോകും. ആൻഡ് ജില്ല അവളുടെ വില്ലേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നിടത്ത് ഈ ലോസ്റ്റ് ചിൽഡ്രൻ ആൾക്ക് ഇവിടെ അവസാനിക്കും. ഇതുവരെ 117 ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ ഞാൻ ഡിലേ ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോറി ഗൈസ്, നന്നായിട്ട് ഡിലേ ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒന്നാമത് ടൈം കിട്ടുന്നില്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി, കാരണം വർക്ക് ലൈഫ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. കിട്ടുന്ന സൺഡേ ആണെന്നുണ്ടെങ്കിലും സാറ്റർഡേ ആണെന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് അങ്ങനെ പോകും. അടുത്ത വീഡിയോ ഡിലേ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം ഗൈസ്. സോറി ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ.